Good morning, my dears. Today, our discussing about the topic product design. Next topic, product design. Operations management second chapter ആയിട്ടുള്ള facilities planning എന്ന് പറയുന്ന ചാപ്റ്ററിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇത്, പ്രോഡക്റ്റ് ഡിസൈൻ. എങ്ങനെയായിരിക്കും ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുക? അപ്പോൾ പ്രീവിയസ് ക്ലാസ്സിൽ ഫസ്റ്റ് നമ്മൾ ഫെസിലിറ്റീസ് ലൊക്കേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, ഫെസിലിറ്റീസ് പ്ലാനിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്, എന്താണ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്? ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ പ്രോഡക്റ്റ് ഓർ ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് എ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഡെവലപ്മെൻറ്റ് ഓഫ് എ ന്യൂ പ്രോഡക്റ്റ്. ഒരു പുതിയ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക, അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നതാണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഡിസൈൻ, എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രോഡക്റ്റ് ഡിസൈൻ. പ്രോഡക്റ്റ് ഡിസൈൻ ഡിസ്ക്രൈബ്സ് ദ പ്രോസസ് ഓഫ് ഇമാജിനിങ്, ക്രിയേറ്റിംഗ് ആൻഡ് ഇറ്ററിംഗ് പ്രോഡക്റ്റ് ദാറ്റ് സോൾവ് യൂസേഴ്സ് പ്രോബ്ലംസ് ഓർ അഡ്രസ് സ്പെസിഫിക് നീഡ്സ് ഇൻ എ ഗിവൺ മാർക്കറ്റ്. അതായത് ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് ദി കൺസ്യൂമേഴ്സ്, അല്ലേ? ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത് ആ പ്രൊഡക്റ്റ് ആരാണോ ഉപയോഗിക്കുന്നത് ആ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യേണ്ടത്. ഈ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ഫോം ഡിസൈനും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നൊരു പോയിൻ്റ്, തീർച്ചയായിട്ടും അതിൻ്റെ ഫോം, അതിൻ്റെ അവിടെ ഉദ്ദേശിക്കുന്നത് ഫോം ഡിസൈൻ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഫങ്ഷണൽ ഡിസൈൻ ഉണ്ടായിരിക്കും. ആ ഫോം ഡിസൈൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഷേപ്പ്, കളറ്, അത് കാണുമ്പോഴുണ്ടാകാവുന്ന അതിൻ്റെ ഇംപ്രഷൻസ്, അതൊക്കെയാണ് നമ്മളതിൻ്റെ ഫോം ഡിസൈൻ എന്ന് പറയുന്നത്. ഫോം ഡിസൈനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് തീർച്ചയായിട്ടും അതിൻ്റെ ഫങ്ഷനിങ് എന്ന് പറയുന്നത്. ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ കിട്ടുന്നതിൻ്റെ വാല്യൂ, അതാണ് നമ്മളവിടെ ഫങ്ഷനിങ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷനാണ് പ്രൊഡക്റ്റ് ഡിസൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം മനസ്സിലായും എന്താ പ്രൊഡക്റ്റ് ഡിസൈൻ എന്ന് പറയുമ്പോൾ. പ്രൊഡക്റ്റ് ഡിസൈൻ ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ്, അത് വിശദീകരിക്കുന്നത് പ്രോസസ് ഓഫ് ഇമാജിനിങ്, എങ്ങനെയായിരിക്കും ആ പ്രോഡക്റ്റ് എന്ന് ഇമാജിൻ ചെയ്യുന്നു, അത് ക്രിയേറ്റ് ചെയ്യുന്നു, ഇറ്ററേറ്റ് ചെയ്യുന്നു. ആൻഡ് പ്രോഡക്റ്റ് ദാറ്റ് സോൾവ് യൂസേഴ്സ് പ്രോബ്ലം, അത് ഉപഭോക്താക്കളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ആൻഡ് അഡ്രസ് സ്പെസിഫിക് നീഡ്സ് ഇൻ എ ഗിവൺ മാർക്കറ്റ്. മാത്രമല്ല അത് മാർക്കറ്റിൽ ആരെയാണോ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ആ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലായിരുന്നു നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ക്ലിയർ ആയല്ലോ product design. Then product design, the design stage is a crucial stage of the development of a product. Due consideration should be given to the product design. Is it a complex task? പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ടാസ്ക് ആണ്. ഇറ്റ് റിക്വയർസ് എ ഗ്രേറ്റ് ഡീൽ ടൈം ആൻഡ് ഹെൻസ് ഇറ്റ് ഷുഡ് ബി കെയർഫുള്ളി ഡെവലപ്ഡ്. Product design is a process. Product design and process selection affect product quality, product cost and customer satisfaction. രണ്ട് ക്രൈറ്റീരിയാസ് ആണ് പറയുന്നത്. ഒന്ന് പ്രൊഡക്റ്റ് ഡിസൈനും അതേപോലെ തന്നെ പ്രോസസ് സെലക്ഷനും. പ്രോഡക്റ്റ് ഡിസൈൻ ആൻഡ് പ്രോസസ് സെലക്ഷൻ അഫക്റ്റ് പ്രൊഡക്റ്റ് ക്വാളിറ്റി, പ്രൊഡക്റ്റ് കോസ്റ്റ് ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നു, പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിനെ ബാധിക്കുന്നു, അതേപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനെയും ബാധിക്കുന്നതാണ് ഏത്, പ്രോസസ് സെലക്ഷനും അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. If the product is not well designed or the manufacturing process does not match to the product design, the quality of the product may suffer. അതായത് നമ്മൾ പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ചെയ്യുന്ന രീതി, അതിൻ്റെ പ്രോസസ് സെലക്ഷൻ എന്ന് പറയുന്നത് ശരിയായില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ അത് ബാധിക്കുന്നുണ്ട്. ഫർദർ ദ പ്രൊഡക്റ്റ് ഹാസ് ടു ബി മാനുഫാക്ചേർഡ്. Further, the product has to be manufactured using materials, equipment and labor skills that are efficient and affordable. Otherwise, the cost will be too high for the market. We call this product's manufacturability, the ease with which the product can be made. Finally, if product is achieve customer satisfaction, it must have the combined characteristics of good design, competitive pricing, ability to fill market need. അതായത് തീർച്ചയായിട്ടും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഗുഡ് ഡിസൈൻ ആയിരിക്കണം. ആ ഗുഡ് ഡിസൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോമ്പറ്റേറ്റീവ് പ്രൈസിങ്, ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് പ്രൈസിങ് ആയിരിക്കണം. അതേപോലെ തന്നെ എബിലിറ്റി ടു ഫിൽ ദ മാർക്കറ്റ് നീഡ്, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം. ദെൻ
next one is product design. Product design is the process of planning the product specification. Where meaning പറയാണെങ്കിൽ product design is the process of planning the product specification. വേറെ രീതിയിലും പറയാം product design കണ്ടോ product design, there is a product design is the process of planning the product's specification. No, product design is the process of planning the product specification. Product design എന്ന് പറയുന്നത് it is the process of planning. Product design എന്ന് പറയുന്നത് it is the process of planning the product specification. ആ പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കണം എന്ന് പ്ലാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് പ്രൊഡക്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ഫോം ആൻഡ് ഫങ്ഷൻ. ഇറ്റ് ഡീൽസ് വിത്ത് ഇത് രണ്ട് തരത്തിലാണ് അതിന് പറയുക. ഒന്ന് ഫോം ആൻഡ് ഫങ്ഷൻ കണ്ടോ, രണ്ട് രീതിയിലുണ്ട്. ഫോം എന്ന് പറയുന്നത് അതിൻ്റെ ഫോർമൽ ആട്രിബ്യൂട്ട്സിനെയാണ് ഫോം എന്ന് പറയുന്നത്. ഫങ്ഷൻ എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റിൻ്റെ ഫങ്ഷൻസ് എന്താണത് ഉദ്ദേശിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫോം ഇംപ്ലൈസ് ദ ഷേപ്പ് ആൻഡ് അപ്പിയറൻസ് ഓഫ് ദി പ്രോഡക്റ്റ്. ഫോം എന്ന് പറയുന്നത് ഫോം ഇംപ്ലൈസ് ദ ഷേപ്പ് ആൻഡ് അപ്പിയറൻസ് ഓഫ് ദ പ്രോഡക്റ്റ് വൈൽ ഫങ്ഷൻ ഈസ് റിലേറ്റഡ് ടു ദ വർക്കിംഗ് ഓഫ് ദ പ്രോഡക്റ്റ്. അതായത് ഇപ്പോൾ നമ്മൾ എന്താണ് പ്രൊഡക്റ്റ് ഡിസൈൻ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ് ദ പ്രൊഡക്റ്റ് സ്പെസിഫിക്കേഷൻ. എങ്ങനെയാണ് ആ പ്രൊഡക്റ്റ് ഉണ്ടാകേണ്ടത് എന്ന് പ്ലാൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്രൊഡക്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ഫോം ആൻഡ് ഫങ്ഷൻ. ഇത് രണ്ട് കാര്യങ്ങളാണ് ആ പ്രൊഡക്റ്റ് ഡിസൈനിൽ നമ്മൾ ഡീൽ ചെയ്യപ്പെടുന്നത്. ആ ഡീലിംഗ് എന്ന് പറയുന്നത് ഒന്ന് ഫോമും അതുപോലെ തന്നെ ഒന്ന് ഫങ്ഷനിങ്ങുമാണ്. ഫോം എന്ന് പറയുന്നത് ഫോം implies the shape and appearance of the product while function is related to working of the product. Form എന്ന് പറയുന്നത് form implies the shape and appearance of the product. ആ പ്രോഡക്റ്റിൻ്റെ ഷേപ്പിനെയോ അപ്പിയറൻസിനെയോ ആണ് നമ്മൾ ഫോം എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Form implies the shape and appearance of the product while function is related to the working of the product. Designing is essential before actual transformation of raw materials into a product. Design means determination of shape, standard, specification and pattern of a product. It also determines the product quality. അതായത് നമ്മൾ എന്താണ് ഡിസൈൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ഡിസൈൻ മീൻസ് determination of shape, standards, specification and pattern of a product. Then it also determines the product quality. അത് എന്തുകൂടെ ഉറപ്പുവരുത്തുന്നു? പ്രൊഡക്റ്റ് ക്വാളിറ്റി. The profitability and competitiveness of a product depends upon its design. Product design is a creative discipline that is about designing product and improve the quality of life for people in society. പ്രൊഡക്റ്റ് ഡിസൈൻ എന്ന് പറയുന്നതിൽ ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റുകൾ കസ്റ്റമേഴ്സിന് എത്തിക്കുന്ന രീതിയിൽ ആ പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസൈൻ ലേറ്റ് ഇൻക്ലൂഡ്സ് വാൾ ഡെവലപ്മെൻറ്റ് ഓഫ് ദ പ്രോഡക്റ്റ് ത്രൂ ഓൾ ദി പ്രിലിമിനറി സ്റ്റേജസ് അൺടിൽ ആക്ച്വൽ മാനുഫാക്ചറിങ് ബിഗിൻസ്. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റെപ്സ് ഇൻ പ്രൊഡക്റ്റ് ഡിസൈൻ. ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സ് എന്താണെന്ന് നോക്കാം. സ്റ്റെപ്സ് ഇൻ പ്രൊഡക്റ്റ് ഡിസൈൻ. Steps in product design. First one is idea development. Then second one is product screening. Then third one is preliminary design and testing. Preliminary design and testing. Final design.
നോക്കാം. സ്റ്റെപ്സ് ഇൻ പ്രോഡക്റ്റ് ഡിസൈൻ. ആ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നതിലുള്ള വാട്ട് ആർ ദി സ്റ്റെപ്സ് ഇൻ പ്രോഡക്റ്റ് ഡിസൈൻ, എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് ഡിസൈനിൽ വേരിയസ് സ്റ്റെപ്സ് ഇൻ പ്രോഡക്റ്റ് ഡിസൈനിങ്. ഫസ്റ്റ് വൺ ഈസ് ഐഡിയ ഡെവലപ്മെൻറ്റ്. ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഐഡിയ ഡെവലപ്പ് ചെയ്യണം. ദെൻ പ്രൊഡക്റ്റ് സ്ക്രീനിങ്. ആ ഐഡിയ സ്ക്രീൻ ചെയ്തിരിക്കണം. പ്രിലിമിനറി ഡിസൈൻ ആൻഡ് ടെസ്റ്റിംഗ്. ആദ്യം ഡിസൈൻ ചെയ്തതിന് ശേഷം അത് ടെസ്റ്റ് ചെയ്തിരിക്കണം. ഫൈനൽ ഡിസൈൻ, അത് ഡിസൈൻ ചെയ്തിരിക്കണം. ഇതൊക്കെയാണ് നമ്മൾ ഏതിൽ ഉദ്ദേശിക്കുന്നത്. ദെൻ ഈ സ്റ്റെപ്പിലെ ദറ്റ് ഈസ് സ്റ്റെപ്സ് ഇൻ പ്രൊഡക്റ്റ് ഡിസൈനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ certain steps are involved in the development of a product design. They are the following. First one is idea development. Second one is product screening. Third one is preliminary design and testing. And fourth one is final design. Then first one is idea development. നമുക്കറിയാം പ്രൊഡക്റ്റ് ഡിസൈൻ ബിഗിൻ വിത്ത് ആൻ ഐഡിയ. ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അത് ഡിസൈൻ ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് ബിഗിൻ വിത്ത് ഐഡിയ. ഒരു ആശയം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലാണ് ആ ആശയത്തിനനുസരിച്ച് നമുക്ക് ആ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഐഡിയ ജനറേഷൻ ഈസ് ദ മോസ്റ്റ് ക്രൂഷ്യൽ പാർട്ട് ഓഫ് പ്രൊഡക്റ്റ് സെലക്ഷൻ പ്രോസസ്സ്. നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളതാണ്, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഐഡിയ ജനറേഷൻ ഈസ് ദ ക്രൂഷ്യൽ റോൾ ഇൻ ദ പാർട്ട് ഓഫ് പ്രോഡക്റ്റ് സെലക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഇത്. ദറ്റ് ഈസ് ദ ഐഡിയ ജനറേഷൻ എന്ന് പറയുന്നത്. ഐഡിയ ജനറേറ്റ് ചെയ്യാനായിട്ട് വേരിയസ് സോഴ്സസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെയാണ് സോഴ്സസ്? എംപ്ലോയീസ് ആവാം, അല്ലേ, ബാങ്കേഴ്സ് ആവാം, ബാങ്കിങ് കൺസൾട്ടൻസ് ആവാം, അതേപോലെ തന്നെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് ആവാം, പല രീതിയിൽ റിസർച്ച് ആയിരിക്കാം, റിസർച്ച് ലബോറട്ടറീസ് നിന്നായിരിക്കാം, പല മേഖലയിൽ നിന്ന് നമുക്ക് ഐഡിയാസ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എ ന്യൂ പ്രോഡക്റ്റ് ഓർ എ പ്രോഡക്റ്റ് ഫോംഡ് ബൈ എ റീമോഡിഫിക്കേഷൻ ഓഫ് എൻ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ഈസ് ഡെവലപ്ഡ് ഫ്രം എൻ ഐഡിയ. ഒരു പുതിയ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലോ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റുകൾ ഏതെങ്കിലും മോഡിഫൈ ചെയ്യണമെങ്കിലോ എന്തായാലും ഏതിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കണം? ഒരു ഐഡിയ ബേസ് ചെയ്തുകൊണ്ടായിട്ട് ചെയ്യാം. ദീസ് ഐഡിയാസ് ആർ ജനറേറ്റ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ് സച്ച് ആസ് എംപ്ലോയീസ്, ഫ്രണ്ട്സ്, relatives, research laboratories, parties, newspapers, etc. Sometimes it from competitors, salesmen and distributors, consultants, bankers, foreign sources generate ideas. ഇത്തരത്തിലുള്ള പല മേഖലയിൽ നമുക്കും ഐഡിയാസ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സോഴ്സ് ഓഫ് ജനറേറ്റിംഗ് ഐഡിയ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, എംപ്ലോയീസ്, കണ്ടോ, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, എംപ്ലോയീസ്, പിന്നെ പറയുന്ന റിസർച്ച് ലബോറട്ടറീസ്, ന്യൂസ് പേപ്പേഴ്സ്, എക്സെട്ര. സംടൈംസ് ഇറ്റ് ഐഡിയ ജനറേറ്റ് ഫ്രം കോമ്പറ്റീറ്റേഴ്സ്, സെയിൽസ്മാൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, കൺസൾട്ടൻറ്റ്സ്, ബാങ്കേഴ്സ് ആൻഡ് ഫോറിൻ സോഴ്സ് ജനറേറ്റ് ഐഡിയാസ്. Then the idea might come from a product manager who spent time with customers or from anyone else in the company. To remain competitive, companies must be innovative and bring out new product regularly. In some industries, the cycle of new product development is predictable. We see this is an auto industry where a new car models come out every year, or the retail industry where new fashion is designed for every season. In other industries, new product releases are less predictable but just as important. അതായത് നമുക്കറിയാം ഐഡിയ ജനറേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു പുതിയ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഓരോ വർഷവും പുതിയ പുതിയ മോഡലുകളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. പല കോമ്പറ്റീറ്റേഴ്സും പല കമ്പനികളും പുതിയ പുതിയ പ്രോഡക്റ്റുകളായിരിക്കും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുക. ഐഡിയ ഡെവലപ്മെൻറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സ് എന്നുള്ളത് പഠിച്ചു നമ്മൾ. ദെൻ ഈ ഐഡിയാസിലെ ഐഡിയ ജനറേറ്റ് ഫ്രം കോമ്പറ്റീറ്റേഴ്സ് ഓർ സെയിൽസ്മാൻ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, കൺസൾട്ടൻറ്റ്സ്, എക്സെട്ര. The first source of ideas from customers, the driving force in the design of a product and service. Marketing is a vital link between customers and product design. ശരിക്കും പറയുകയാണെങ്കിൽ ഫസ്റ്റ് സോഴ്സ് ഓഫ് പ്രൊഡക്റ്റ് ഡിസൈനിലെ ഫസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഐഡിയ ജനറേറ്റ് ചെയ്യുന്നതിൽ ദ ഫസ്റ്റ് സോഴ്സ് ഓഫ് ഐഡിയാസ് ഈസ് ഫ്രം കസ്റ്റമേഴ്സ്. അത് കസ്റ്റമേഴ്സിൽ നിന്നായിരിക്കണം. ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഇൻ ദ ഡിസൈൻ ഓഫ് പ്രോഡക്റ്റ് ആൻഡ് സർവീസസ്. മാർക്കറ്റിംഗ് ഈസ് എ വൈറ്റൽ ലിങ്ക് ബിറ്റ്വീൻ customers and product design. Market researchers collect customers' information by studying customer buying patterns and using tools such as customer surveys and focus groups. Management may develop an idea, but if market analysis shows that customers do not like it, the idea is not viable. Analyzing customer preference is an ongoing process.
Next one is competitors are another source of ideas. Competitors എന്ന് പറയുന്നത് it is another source of ideas ആണ്. A company learned by observing its competitors' products, services and the success rate of this product and services. This includes looking at product design, pricing strategy, other aspects of the operation, studying the practices of companies considered best in class, the comparing the performance of our company against there is a called benchmarking. അതായത് ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, ഐഡിയാസ് ശരിക്കും ഐഡിയാസ് ജനറേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ അടുത്തു നിന്നാണ്. കൺസ്യൂമേഴ്സാണ് അതിൻ്റെ വൈറ്റൽ പാർട്ട് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷനും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് തമ്മിൽ വളരെയധികം ഇൻ്റർ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയാം. പിന്നെ വരുന്നത് കോമ്പറ്റീറ്റേഴ്സാണ്. കോമ്പറ്റീറ്റേഴ്സ് ആർ അനദർ സോഴ്സ് ഓഫ് ഐഡിയ. കോമ്പറ്റീറ്റേഴ്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളെ കുറിച്ചിട്ടോ product design, pricing strategies and other aspects of operation, studying the practice of companies considered as best in class and comparing the performance of our company against there is called as benchmarking. Next, another way of using competitors' ideas to buy competitors' new product and study its design features using process called reverse engineering. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ നമ്മളോട് പറയുന്ന ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഐഡിയ ഡെവലപ്മെൻ്റ് ആണ്. ഐഡിയ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതിൽ പല സോഴ്സസിൽ നിന്ന് നമുക്ക് ഐഡിയ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത് പറയുന്ന പോയിൻ്റാണ് പ്രൊഡക്റ്റ് സ്ക്രീനിങ്. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് പ്രൊഡക്റ്റ് സ്ക്രീനിങ്. ഐഡിയ ജനറേറ്റ് ആർ നോട്ട് ഇമ്മീഡിയറ്റ്ലി കൺവേർട്ട് ഇൻ ടു പ്രോഡക്റ്റ്. അതായത് ഒരു ഐഡിയ കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഐഡിയ അപ്പം തന്നെ നമ്മൾ പ്രൊഡക്റ്റായിട്ട് മാറ്റുന്നില്ല, അതൊന്ന് സ്ക്രീൻ ചെയ്യപ്പെടുന്നുണ്ട്. The next step is to screen all these ideas and to verify whether it is suitable for production. Screening means a critical evaluation of product ideas for searching the viable products. It is based on certain criteria. While selecting the product idea, it is to see whether the product idea satisfy consumers' needs, sales volume criteria and companies' image criteria etc. മുൻപ് പഠിച്ച പോലെ തന്നെ ഒരു പ്രോഡക്റ്റിൻ്റെ ഐഡിയ കണ്ടെത്തി കഴിഞ്ഞാൽ അത് സ്ക്രീൻ ചെയ്ത് നോക്കും. സ്ക്രീൻ ചെയ്ത് നോക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു ഐഡിയ കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നതാണോ, കമ്പനീസിൻ്റെ ഇമേജസ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റിയതാണോ, ദെൻ സെയിൽസ് വോള്യം അതിന് പറ്റിയതാണോ എന്നൊക്കെ നോക്കേണ്ടി വരും. The product idea should also be consistent with the overall marketing objectives and organization's objectives. The company screening the ID checklist method, it is a rating method of different kinds of ideas on the basis of criteria. Next one is, unfortunately there is no magic formula for deciding whether or not to pursue particular product idea. Managerial skill and experience, however, has a role to play. Companies generate new product ideas all the time, whether of a new brand or several of a new design for a car door. Approximately 80% of ideas do not make it past screening. അപ്പോൾ ഐഡിയ സക്സസ് ആണോ എന്ന് നോക്കേണ്ടി വരും. കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കുന്നുണ്ടോ, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ ശ്രദ്ധിക്കുക. ലാസ്റ്റ് അതിൽ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നൊരു ടെക്നിക്ക് ഉണ്ട്. ബ്രേക്ക് ഈവൻ അനാലിസിസ് ഈസ് എ ടെക്നിക് ദാറ്റ് ക്യാൻ ബി യൂസ്ഫുൾ വെൻ ഇവാലുവേറ്റിംഗ് എ ന്യൂ പ്രോഡക്റ്റ്. ഒരു പുതിയ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ സ്ക്രീൻ ചെയ്യുമ്പോൾ ബ്രേക്ക് ഈവൻ അനാലിസിസിലൂടെ ദിസ് ടെക്നിക്സ് കമ്പ്യൂട്ട്സ് ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് കമ്പനി നീഡ്സ് ടു സെൽ ജസ്റ്റ് ടു കവർ its cost or break even, called break even point. When evaluating an idea for a new product, it is helpful to compute its break even quantity. An assessment can be then made as to how difficult or easy it will be to cover cost and make a profit. A product with a break even quantity that is hard to attain might not be good product choices to pursue. അപ്പോൾ ഇത്രയാണ് അതിൽ പറയുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ദറ്റ് ഈസ് പ്രൊഡക്റ്റ് സ്ക്രീനിങ്. തേർഡ് പോയിന്റ് ഈസ് പ്രിലിമിനറി ഡിസൈൻ ആൻഡ് ടെസ്റ്റിംഗ്. ദെൻ ഇറ്റ് ഈസ് എ crucial stage of product design. Once a product idea has passed the screening stage, it is time to begin preliminary design and testing. At this stage, At this stage, useful and evaluating the new product. This technique computes the quantity of goods and the company needs to sell just to cover its cost. Preliminary design il parayunnathu, this is a very crucial product design. Once a product idea has been passed the screening stage, it is time to begin preliminary design and testing. അതായത് സ്ക്രീനിങ്ങിൽ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് അത് ഡിസൈൻ ചെയ്യുക, പ്രിലിമിനറി ആയിട്ട് അത് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. At this stage, design engineers converts
general performance specification into technical specification. General performance specification പിന്നീട് അതെന്താണ് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് ആയിട്ട് മാറുകയാണ്. Then for service companies this may involve testing the offering on small scale and working with customers to refine the service forecasting. Then fast food restaurants are known for this type of testing, where a new menu item may be tested in only one particular geographical area. ഒരു പുതിയ ഐറ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ മാത്രമായിരിക്കും. പ്രൊഡക്റ്റ് റിഫൈൻമെൻറ്റ് ക്യാൻ ബി ടൈം കൺസ്യൂമിങ് ആൻഡ് ദെൻ മേ ബി ഡിസയർ ഓൺ ദ പാർട്ട് ഓഫ് ദ കമ്പനി ടു ഹറി ത്രൂ ദ ഫേസസ് റഷ് ടു പ്രൊഡക്റ്റ് ടു ദ മാർക്കറ്റ്. ദെൻ അവിടെ ഒരു ഇപ്പം നമ്മൾ പറയുന്ന പോലെ ഒരു ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റുകളൊക്കെ ഒരു പുതിയ പ്രോഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുണ്ട് വെച്ചാൽ അത് ഏതെങ്കിലും ഒരു ചെറിയ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ മാത്രം അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് അത് സക്സസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമാണ് അത് വീണ്ടും അതെന്ത് ചെയ്യുക, അത് എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. അതാണ് പ്രിലിമിനറി ഡിസൈൻ ചെയ്യും, പ്രിലിമിനറി ഡിസൈൻ ആൻഡ് ടെസ്റ്റിംഗ്. ദ ലാസ്റ്റ് വൺ ഈസ് ഫൈനൽ ഡിസൈൻ. അവിടെ സക്സസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആഫ്റ്റർ കണ്ടക്ടിങ് എക്സ്റ്റെൻസീവ് ഡിസൈൻ ടെസ്റ്റിംഗ് ദ പ്രൊഡക്റ്റ് മൂവ്സ് ടു ദ ഫൈനൽ ഡിസൈൻ സ്റ്റേജ്. This is where final product specifications are drawn up. The final specifications are then converted into specific processing instructions to manufacture the product, which include selecting equipment, outlining jobs that need to be performed, identifying specific materials needed and supplies that will be used, and all the other aspects of organizing the process of product production. ഇതൊക്കെയാണ് ഇതിൻ്റെ സ്റ്റെപ്സ്, പ്രോഡക്റ്റ് ഡിസൈനിങ്ങിൻ്റെ സ്റ്റെപ്സ്. ദ നെക്സ്റ്റ് നമ്മളോട് പറയുന്നത് വാട്ട് ആർ ദി ഫാക്ടേഴ്സ് കൺസിഡറിങ് പ്രൊഡക്റ്റ് ഡിസൈൻ. ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നതിൽ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം? വാട്ട് ആർ ദി ഫാക്ടേഴ്സ് കൺസിഡറിങ് പ്രൊഡക്റ്റ് ഡിസൈൻ? ഫസ്റ്റ് വൺ, റിക്വയർമെൻറ്റ് ഓഫ് ദി കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് നോക്കിയിരിക്കണം. അതാണ് ഫസ്റ്റ് പോയിന്റ്, റിക്വയർമെൻറ്റ് ഓഫ് ദ കസ്റ്റമർ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പ്രൊഡക്റ്റ് ഡിസൈൻ? നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ വാട്ട് ആർ ദി സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പ്രൊഡക്റ്റ് ഡിസൈൻ? പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ഐഡിയ ഡെവലപ്പ് ചെയ്യണം, പ്രൊഡക്റ്റ് ഐഡിയ സ്ക്രീനിങ് കഴിഞ്ഞിരിക്കണം, പ്രിലിമിനറി ഡിസൈൻ ആൻഡ് ടെസ്റ്റിംഗ് ആൻഡ് ഫൈനൽ ഡിസൈൻ. ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നുള്ളൂ. ദെൻ അതിൽ വാട്ട് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ പ്രൊഡക്റ്റ് ഡിസൈൻ? ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നതിൽ ഏതൊക്കെ ഫാക്ടേഴ്സാണ് അതിനെ അഫക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഈസ് റിക്വയർമെൻറ്റ് ഓഫ് ദി കസ്റ്റമേഴ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യേണ്ടത്. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്, റിക്വയർമെൻറ്റ് ഓഫ് ദി കസ്റ്റമർ. The product should be designed in such a way that it is acceptable to the customers. It should also be able to satisfy the needs of the consumers. It should be able to create confidence with regard to durability, quality and performance of the product. അപ്പോൾ ആദ്യം പ്രോഡക്റ്റ് ആക്സെപ്റ്റബിൾ ആണോ എന്നതിന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യണം. ഇറ്റ് ഷുഡ് ഓൾസോ ഏബിൾ ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് ദി കൺസ്യൂമേഴ്സ്. ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ക്രിയേറ്റ് കോൺഫിഡൻസ് വിത്ത് റിഗാർഡ് ടു ജനങ്ങളുടെ ഇടയിൽ അതിൻ്റെ ഡ്യൂറബിലിറ്റിയെക്കുറിച്ചും ക്വാളിറ്റിയെക്കുറിച്ചും പെർഫോമൻസിനെ കുറിച്ചിട്ടൊക്കെ നല്ല ബോധ്യം ഉണ്ടായിരിക്കണം എന്ന് പറയാം. റിക്വയർമെൻറ്റ് ഓഫ് ദി കസ്റ്റമർ. ദെൻ ഡിസൈൻ ഫോർ മാനുഫാക്ചർ. രണ്ടാമത്തെ പോയിൻ്റ്, ഡിസൈൻ ഫോർ മാനുഫാക്ചർ. ഡിസൈൻ ഫോർ മാനുഫാക്ചർ. അവിടെ then in product design companies not only think about the satisfaction of customer but they need to consider how easy or difficult to manufacture the product. കൺസ്യൂമേഴ്സിൻ്റെ അപ്പോൾ ആദ്യം പറയുന്നത് റിക്വയർമെൻറ്റ് ഓഫ് ദി കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് നോക്കിയിരിക്കണം. രണ്ടാമത് പറയുന്നത് ഡിസൈൻ ഓഫ് മാനുഫാക്ചേഴ്സിന് അത് ചെയ്യാനായിട്ട് സാധിക്കുമോ? കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ മാത്രമല്ല, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്, കമ്പനീസ് നോട്ട് ഓൺലി തിങ്ക് അബൌട്ട് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് കസ്റ്റമർ ബട്ട് ദേ ഓൾസോ നീഡ് ടു കൺസിഡർ ഹൗ ഈസി ഓർ ഡിഫിക്കൽട്ട് ടു മാനുഫാക്ചർ ഓഫ് ദ പ്രോഡക്റ്റ്. ദ കമ്പനി may have big ideas but it may difficult or too costly to manufacture. Design for manufacturing involves series of guidelines that we should follow to produce a product easily and profitably. These guidelines focus on two issues: ഡിസൈൻ സിംപ്ലിഫിക്കേഷൻ ആൻഡ് ഡിസൈൻ സ്റ്റാൻഡർഡൈസേഷൻ. അവിടെ നമ്മൾ മാനുഫാക്ചേഴ്സിന് അത് ഡിഫിക്കൽട്ടാണോ ഈസി ആണോ എന്ന് കൺസിഡർ ചെയ്തിരിക്കണം.
മാനുഫാക്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ബിഗ് ഐഡിയ ഡിഫിക്കൽട്ടാണ്, കോസ്റ്റ്ലി ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ഇത്തിരി ഡിഫിക്കൽട്ടാണ്. ഡിസൈൻ ഫോർ മാനുഫാക്ചർ ഇൻവോൾവ് സീരീസ് ഓഫ് ഗൈഡ് ലൈൻസ് ദാറ്റ് ഷുഡ് ഫോളോ ടു പ്രൊഡ്യൂസ് എ പ്രോഡക്റ്റ് ഈസിലി ആൻഡ് പ്രോഫിറ്റബിളി. 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക. ഗൈഡ് ലൈൻസ് ഫോക്കസ് ഓൺ 2 issues. ഡിസൈൻ സിംപ്ലിഫിക്കേഷൻ, ദാറ്റ് മീൻസ് reducing the number of parts and features of the product whenever possible. A simple product is easier to make, cost less and give good quality. സിമ്പിൾ ആണ്, അതിൻ്റെ ഡിസൈൻ സിംപ്ലിഫിക്കേഷൻ ആണെങ്കിൽ ഈസി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഡിസൈൻ സ്റ്റാൻഡർഡൈസേഷൻ ആണെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു യൂസ് ഓഫ് കോമൺ ആൻഡ് ഇൻ്റർചേഞ്ചബിൾ പാർട്സ്. ബൈ യൂസിങ് ഇൻ്റർചേഞ്ചബിൾ പാർട്സ് വി ക്യാൻ മേക്ക് ഗ്രേറ്റർ വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ് വിച്ച് ലെസ് ഇൻവെൻ്ററി ആൻഡ് സിഗ്നിഫിക്കൻ്റ്ലി ലോവർ കോസ്റ്റ് ആൻഡ് പ്രൊവൈഡ്സ് ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ 2 പോയിൻറ്റ്സാണ് നമ്മൾ നോക്കിയത്. റിക്വയർമെൻറ്റ് ഓഫ് ദ കസ്റ്റമർ, ഡിസൈൻ ഫോർ മാനുഫാക്ചർ. ദെൻ 3rd പോയിൻറ്റിലെ മെറ്റീരിയൽ റിക്വയർമെൻറ്റ്. മെറ്റീരിയൽ റിക്വയർമെൻറ്റ്സിലെ ദ നേച്ചർ ആൻഡ് ദ ക്വാളിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഹാവ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഫ്ലുവൻസ് ഇൻ ദ ഡിസൈൻ ഓഫ് ദ പ്രോഡക്റ്റ്. The designer should have update information about new material which is available for production. He should read the journals to get relevant information in this respect. That is മെറ്റീരിയൽ റിക്വയർമെൻറ്റ്. അതായത് ആദ്യം നമ്മൾ നോക്കുന്നത് എന്താ, റിക്വയർമെൻറ്റ് ഓഫ് ദി കസ്റ്റമർ, ഡിസൈൻ ഫോർ മാനുഫാക്ചറർ, ദെൻ മെറ്റീരിയൽ റിക്വയർമെൻറ്റ്. നമുക്ക് അതിന് എന്തുമാത്രം മെറ്റീരിയൽസ് ആവശ്യമുണ്ടാവും. മെറ്റീരിയൽ റിക്വയർമെൻറ്റ്, അതിൻ്റെ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസ്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിന് ഉതകുന്ന രീതിയിലാണോ എന്നുള്ളത് കൺസിഡർ ചെയ്തിരിക്കണം. രണ്ടാമത് പറയുന്നത് ഡിസൈൻ ഫോർ മാനുഫാക്ചേഴ്സ്. മാനുഫാക്ചേഴ്സിന് ഈസി ആയിട്ട് ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് നോക്കിയിരിക്കണം. മൂന്നാമത് പറയുന്നത് അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റിയെക്കുറിച്ചും അതിൻ്റെ കോസ്റ്റിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ടൊരു ധാരണ കളക്ട് ചെയ്തിരിക്കണം. വർക്ക് മെത്തേഡ്സ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്, അതിൻ്റെ വർക്കിംഗ് പ്രൊസീജിയേഴ്സ്, വർക്ക് മെത്തേഡ്സ്, അതിൻ്റെ വർക്കിംഗ് മെത്തേഡ്സ്, അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. അല്ല, വർക്ക് മെത്തേഡ്സ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. ദ വർക്ക് മെത്തേഡ്സ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് റിക്വയർഡ് ടു പെർഫോം ഓപ്പറേഷൻ സ്പെസിഫൈഡ് ഇൻ ദ ഡിസൈൻ. ദ ഡിസൈനർ മസ്റ്റ് അവെയർ ഓഫ് ന്യൂ ഇന്നോവേഷൻസ് ഫോർ ഇംപ്രൂവിങ് വർക്ക് മെത്തേഡ്സ് ആൻഡ് നേച്ചർ ഓഫ് ദി എക്യുപ്മെൻറ്റ്. 5th പോയിൻറ്റിലെ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. പിന്നെ കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു പോയിൻ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളാണ്. പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ഏത് സ്റ്റേജിലാണ് നമ്മൾ അത് ഇമ്പ്രൂവ് ചെയ്യുന്നതാണോ. അപ്പോൾ അതായത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അഫക്റ്റിംഗ് പ്രോഡക്റ്റ് ഡിസൈൻ ഈസ് ദ സ്റ്റേജസ് ഓഫ് ദ ലൈഫ് സൈക്കിൾ. Most products go through the series of stages of changing product cycle. They are typically 4 stages of the product life cycle. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ സ്റ്റേജസ്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, ഗ്രോത്ത്, മെച്യൂരിറ്റി ആൻഡ് സാച്ചുറേഷൻ ആൻഡ് ഡിക്ലൈൻ എന്ന് പറയുന്ന 4th സ്റ്റേജ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ഇൻട്രൊഡക്ഷൻ, പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അത് പിടിച്ചു നിൽക്കുന്നു, മെച്യൂർഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. ദെൻ അത് ഡിക്ലൈൻ ചെയ്യുന്നു. അപ്പോൾ ഓരോ സ്റ്റേജിലും നമ്മൾ പ്രൊഡക്റ്റ് introduce ചെയ്യുമ്പോൾ product in the introducing stage are not well defined. Often all the defects have not been worked out and the customers are uncertain about the product. In the growth stage, in the product task hold both product and market continue to the refine. The 3rd stage is maturity, where demand levels of they are usually not design changes. The product is predictable at this stage and so it is market. Many products such as toothpaste can stay in this stage for many years. Finally, there is a decline in demand because of new technology, better product design or market saturation etc. അതായത് നമ്മൾ പറയുന്നുണ്ട് ഒരു പ്രോഡക്റ്റിൻ്റെ ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റേജസിലൂടെ പോകുമ്പോൾ പല രീതിയിലുള്ള മോഡിഫിക്കേഷനിലൂടെയാണ് നമുക്ക് പ്രൊഡക്റ്റ്. അപ്പോൾ അതേത് സ്റ്റേജാണെന്ന് കൂടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. 6th സ്റ്റേജ് എന്ന് പറയുന്നത് കൺകറൻറ്റ് എഞ്ചിനീയറിംഗ്. 6th സ്റ്റേജ് കൺകറൻറ്റ് എഞ്ചിനീയറിംഗ്. കൺകറൻറ്റ് എഞ്ചിനീയറിംഗിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വൺസ് ദെയർ ഡിസൈൻ വാസ് കംപ്ലീറ്റ് ദേ വുഡ് പാസ് ഇറ്റ് ടു ദ ഓപ്പറേഷൻസ് ഹു വുഡ് ദെൻ ഡിസൈൻ ദ പ്രോഡക്റ്റ് പാസസ് നീഡഡ് ടു പ്രൊഡ്യൂസ് ദ പ്രോഡക്റ്റ്. അതായത്
ഒരു പ്രാവശ്യം വൺസ് ദർ ഡിസൈൻ വാസ് കംപ്ലീറ്റ്, അവരുടെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഓപ്പറേഷൻ ഹു വുഡ് ദെൻ ഡിസൈൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് നീഡഡ് ടു പ്രോസസ് ദ പ്രോഡക്റ്റ്. അതായത് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിലേക്ക് എത്തുക എന്ന് പറയുന്നതാണ് കൺകറൻറ്റ് എഞ്ചിനീയറിംഗ്. ദെൻ 7th പോയിന്റ് ഈസ് റീമാനുഫാക്ചറിങ്. നെക്സ്റ്റ് വൺ ഈസ് ലാസ്റ്റ് പോയിന്റ് ഈസ് റീമാനുഫാക്ചറിങ്. Remanufacturing is the concept that has been increasing the importance because our society becomes more environmentally conscious and focus on efforts such as recycling and eliminate wastage. ഇപ്പോൾ നമുക്കറിയാം ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ ഈ വേസ്റ്റുകളൊക്കെ റീയൂസ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ പാർട്സുകൾ, അതേപോലെ തന്നെ ടി വി കമ്പ്യൂട്ടർ ആൻഡ് അതർ ഓട്ടോമൊബൈൽസ്, ഇതിൻ്റെയൊക്കെ പാർട്സുകളൊക്കെ വീണ്ടും വീണ്ടും യൂസ് ചെയ്യപ്പെടുന്നൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ദറ്റ് ഈസ് കോൾഡ് എസ് റീമാനുഫാക്ചറിങ് പ്രോസസ്. റീമാനുഫാക്ചറിങ്ങിൽ പറയുന്നുണ്ട്, റീമാനുഫാക്ചറിങ് യൂസസ് കമ്പോണൻസ് ഓഫ് ഓൾഡ് പ്രോഡക്റ്റ് ഇൻ ദ പ്രൊഡക്ഷൻ of new ones. In addition to the environment benefit, there is a significant cost benefits. Became remanufactured product can be half the price of their new counterparts. Remanufacturing has been quite popular in the production of computers, televisions and automobiles. അപ്പോൾ ഇത്രയാണ് നമുക്കിന്ന് പറയാനുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ലാസ്റ്റ് പറയുന്ന ഫാക്ടേഴ്സ് കൺസിഡറിങ് പ്രൊഡക്റ്റ് ഡിസൈൻ. ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നതിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് അതിനെ അഫക്റ്റ് ചെയ്യുന്നത് നോക്കണം. അതിൽ റിക്വയർമെൻറ്റ് ഓഫ് ദി കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് കൺസിഡർ ചെയ്തിരിക്കണം. ഡിസൈൻ ഫോർ മാനുഫാക്ചേഴ്സിന് അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉതകുന്ന രീതിയിലാണോ എന്നുള്ളത് കൺസിഡർ ചെയ്തിരിക്കണം. മെറ്റീരിയൽ റിക്വയർമെൻറ്റ്, അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റിയെക്കുറിച്ച് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് നോക്കിയിരിക്കണം. വർക്ക് മെത്തേഡ് ആൻഡ് എക്യുപ്മെൻറ്റ്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, കൺകറൻറ്റ് എഞ്ചിനീയറിംഗ് ആൻഡ് റീമാനുഫാക്ചറിങ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്ന പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പ്രോഡക്റ്റ് ഡിസൈൻ, സെക്കൻഡ് വൺ ഈസ് സ്റ്റെപ്സ് ഇൻ പ്രൊഡക്റ്റ് ഡിസൈൻ ആൻഡ് തേർഡ് വൺ ഈസ് ഫാക്ടേഴ്സ് കൺസിഡറിങ് പ്രൊഡക്റ്റ് ഡിസൈൻ. അപ്പോൾ എന്താണ് പ്രൊഡക്റ്റ് ഡിസൈൻ എന്ന് പറയുമ്പോൾ, പ്രോഡക്റ്റ് ഡിസൈൻ ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് ഇമാജിങ്, ക്രിയേറ്റിംഗ് ആൻഡ് ഇറ്ററേറ്റിംഗ് പ്രൊഡക്റ്റ് ദാറ്റ് സോൾവ് യൂസേഴ്സ് പ്രോബ്ലംസ് or address specific needs in a given market. Or product design is the process of planning product specification. ഒരു പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കണം എന്ന് പ്ലാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് അവിടെ എന്ത് പറയുക, പ്രോഡക്റ്റ് ഡിസൈൻ. പ്രോഡക്റ്റ് ഡിസൈൻ ഈസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ് പ്രൊഡക്റ്റ് സ്പെസിഫിക്കേഷൻ. ഈ പ്രൊഡക്റ്റ് ഡിസൈൻ എന്ന് ചെയ്യുമ്പോൾ തന്നെ ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു അതിൻ്റെ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ഫോം ഡിസൈനും അതുപോലെ തന്നെ ഫങ്ഷൻ ഡിസൈനും. ഫോം ഡിസൈൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഷേപ്പ്, കളറ്, കാപ്പബിലിറ്റി, ഇതിങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫോം ഡിസൈൻ എന്ന് പറയുന്നത്. ഫങ്ഷനിങ് ഡിസൈൻ എന്ന് പറയുന്നത് അതിൻ്റെ വർക്കിംഗ് കപ്പാസിറ്റിയാണ് അവിടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ കളറും ഷേപ്പും എല്ലാം ഉണ്ടാവണമെങ്കിൽ കൂടെ അതിൽ ഉപരിയായിട്ട് അതിൻ്റെ വർക്ക് പെർഫോമൻസ്, അതിൻ്റെ വർക്കിംഗ് മോഡ്, എത്ര സമയം അത് വർക്ക് ചെയ്യും, അതിൻ്റെ ഡ്യൂറബിലിറ്റി, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടെ അത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ കൂടെ ഡീൽ ചെയ്തുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യേണ്ടത്. ഇനി പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ഏതൊക്കെ സ്റ്റെപ്പിലൂടെയാണ് നമുക്ക് കടന്നു പോയിട്ടുണ്ട് പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് ഐഡിയ ഡെവലപ്മെൻറ്റ്. പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യാനുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, ഐഡിയ ഡെവലപ്പ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഐഡിയ സ്ക്രീനിങ്. പ്രൊഡക്റ്റ് ഐഡിയ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഐഡിയ അപ്പോൾ തന്നെ കൺവേർട്ട് ചെയ്തുകൊണ്ട് അത് പ്രൊഡക്റ്റായിട്ട് മാറുന്നില്ല. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഐഡിയ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞാൽ ദെൻ ഐഡിയ സ്ക്രീനിങ്. ഈ ഐഡിയ സ്ക്രീൻ ചെയ്യപ്പെടണം. ദെൻ ഐഡിയ സ്ക്രീനിങ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പ്രിലിമിനറി ഡിസൈൻ. ഐഡിയ സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് നമ്മളൊന്ന് ഡിസൈൻ ചെയ്തു, ഒരു ടെസ്റ്റ് മാർക്കറ്റിംഗ് നമ്മൾ നടത്തി. അപ്പോൾ പ്രിലിമിനറി ഡിസൈൻ ആൻഡ് ടെസ്റ്റിംഗ്, അതിന് ശേഷമാണ് അത് ലാസ്റ്റ് ഫൈനൽ ഡിസൈനിലേക്ക് അത് പോവാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് പറയുന്നത് വാട്ട് ആർ ദി ഫാക്ടേഴ്സ് കൺസിഡറിങ് പ്രൊഡക്റ്റ് ഡിസൈൻ. ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നതിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. റിക്വയർമെൻറ്റ് ഓഫ് ദ കസ്റ്റമേഴ്സ്, design for manufacturers, materials requirement, work methods and equipments, product life cycle, concurrent engineering and remanufacturing. These are the factors considering for considering the product design. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രോസസ് സെലക്ഷനാണ് എടുക്കേണ്ടത്. നന്നായിട്ട് ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ച് നോക്കുക, നന്നായിട്ട് പഠിക്കുക. താങ്ക് യു all.